നെക്സ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. ഓക്കെ, നമുക്കത് നോക്കാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓർ പൊട്ടൻഷ്യൽ. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയും? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പോയിൻ്റ് ഉണ്ട്. ഓക്കെ, ഈ പോയിൻറ്റിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ in bringing a unit positive charge from infinity to that point. അതായത് എനിക്ക് ഒരു പോയിൻ്റ് ഉണ്ട്, ആ പോയിൻറ്റിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ പോയിൻറ്റിൻ്റെ ഇൻഫിനിറ്റി ഇരിക്കുന്ന ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഞാൻ ഈ പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വർക്ക് ഡൺ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മൾ വി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക, ക്യാപിറ്റൽ ലെറ്റർ വി. ഓക്കെ, ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. പൊട്ടൻഷ്യലിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വി കൊണ്ടിട്ടാണ്. ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ച് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. വി ഡിഫൈൻ ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points in ഇലക്ട്രിക് സർക്യൂട്ട് ക്യാരിയിങ് സം കറണ്ട് ആസ് ദി വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ പറയുന്നത് എപ്പോഴും 2 പോയിന്റിൻ്റെ കേസിലാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് 2 പോയിന്റുകളുണ്ട്. ഓക്കെ, എനിക്കൊരു ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ട്, ഒരു കറണ്ട് ക്യാരിയിങ് ഇലക്ട്രിക് സർക്യൂട്ടാണ് എൻ്റെ കയ്യിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ടിനകത്ത് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 2 പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിനാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എനിക്ക് ഒരു പോയിന്റിലിരിക്കുന്ന ചാർജിനെ അടുത്ത പോയിന്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വർക്ക് ഡൺ. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റിലിരിക്കുന്ന ചാർജിനെ അടുത്ത പോയിന്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന വർക്ക് ഡണ്ണെയാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് എങ്ങനത്തെ ഒരു സർക്യൂട്ട് ആയിരിക്കണം? കറണ്ട് ക്യാരിയിങ്. ഓക്കെ, ഒരു ഇലക്ട്രിക് സർക്യൂട്ട്, അത് ഇങ്ങനത്തെ സർക്യൂട്ടാണ്, കറണ്ട് ക്യാരിയിങ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വി കൊണ്ടിട്ടാണ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ വി. വി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ചാർജ്, ഡബ്ല്യു ബൈ ക്യൂ. ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ആണ്, ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജാണ്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് എന്ത് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, സിമ്പിൾ കോൺസെപ്റ്റാണ്. ഓക്കെ, അതായത് നമുക്ക് 2 പോയിന്റുകളുണ്ട്. അപ്പോൾ ഈ 2 പോയിന്റുകളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റിൽ നിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് അടുത്ത പോയിന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വർക്ക് ഡൺ. ഓക്കെ, അത് എങ്ങനത്തെ സർക്യൂട്ട് ആയിരിക്കണം? ഒരു കറണ്ട് ക്യാരിയിങ് സർക്യൂട്ട് ആയിരിക്കണം. ഓക്കെ, കറണ്ട് ക്യാരിയിങ് ഇലക്ട്രിക് സർക്യൂട്ട്. അങ്ങനെ അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് എന്താണ്? എസ് ഐ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടാണ്. ക്യാപിറ്റൽ ലെറ്റർ വി കൊണ്ടാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ, പിന്നെ വോൾട്ട്, ഇതെല്ലാം എന്ത് തന്നെയാണ്? വി തന്നെയാണ്. ഓക്കെ, എല്ലാം വി കൊണ്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിനി ഈ വോൾട്ടിന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, 1 വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ജൂൾ ബൈ 1 കുളുംബാണ്. അതിൻ്റെ ഡെഫിനീഷൻ നമുക്ക് നോക്കാം. ഓക്കെ, 1 വോൾട്ട് ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെൻ 1 ജൂൾ ഓഫ് വർക്ക് ഇസ് ഡൺ ടു മൂവ് എ ചാർജ് ഓഫ് 1 കുളും ഫ്രം 1 point ടു അതർ. അതായത് 1 വോൾട്ട് ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points. അതായത് എനിക്ക് 2 പോയിന്റുകളുണ്ട്. ഓക്കെ, ഈ 2 പോയിന്റുകളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ടാണെന്ന് ഞാൻ പറയുകയാണ്. എപ്പോഴും അങ്ങനെ പറയാൻ പറ്റുക? ഇതെനിക്ക് എങ്ങനത്തെ സർക്യൂട്ടാണ്? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. ഓക്കെ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ് എൻ്റെ കയ്യിരിക്കുന്നത്. ഈ 2 എൻഡുകളുണ്ട്. ഈ 2 പോയിന്റുകളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ടാന്ന് ഞാൻ പറയുകയാണ്. എപ്പോഴാണ് പറയുക? ഒരു ജൂൾ ഓഫ് വർക്ക് നടക്കുകയാണ്, ഒരു ജൂൾ ഓഫ് വർക്ക് ഡൺ ആണ് നമ്മൾ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? 1 കുളുംബ് ഓഫ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് നീക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഒരു 2 പോയിന്റുകളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ഞാൻ എപ്പോഴാണ് പറയുക? അതിനകത്ത് ഒരു ജൂൾ വർക്ക് ഞാൻ ചെയ്യാണ്, ഒരു ജൂൾ വർക്ക് ഡൺ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു കൊളുംബ് ഓഫ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് നീക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിനാണ് 1 വോൾട്ട് ഇസ് ഈക്വൽ ടു 1 ജൂൾ ബൈ 1 കുളുംബ് എന്ന് നമ്മൾ എഴുതുന്നത്. ഓക്കെ,
ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, വോൾട്ട് മീറ്റർ എന്നാണ് പറയുക. ഓക്കെ, വോൾട്ട് മീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് കൊണ്ടാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും എന്താണ്, ഇനി വോൾട്ട് മീറ്റർ നമ്മൾ എപ്പോഴും തന്നെ കണക്ട് ചെയ്യുന്നത് പാരലലിലാണ് കണക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ അതെ പാരലലിലാണ് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയുമാണ് എന്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ടോപ്പിക്ക്. ഓക്കെ.